ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റാങ്കോറ PSC. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് AGS LDC ഡിഗ്രി ലെവൽ എക്സാംസിന് ചോദിക്കുന്ന CA വസ്തുതകളാണ്. അപ്പോൾ നമുക്കൊരു ചലഞ്ചായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. ഇന്ന് CA Day 1 ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. രാജ്യത്ത് ആദ്യമായി സംസ്ഥാന നേതൃത്വത്തിലുള്ള സെന്റർ ഓഫ് എക്സലൻസ് ഫോർ സ്പേസ് ടെക്നോളജി ആരംഭിച്ചത് ബാംഗ്ലൂരു, കർണാടക. രാജ്യത്ത് ആദ്യമായി സംസ്ഥാന നേതൃത്വത്തിലുള്ള സെന്റർ ഓഫ് എക്സലൻസ് ഫോർ സ്പേസ് ടെക്നോളജി ആരംഭിച്ചത് ബാംഗ്ലൂരു, കർണാടക. അടുത്തിടെ സോയിസ് ഫയർ റോക്കറ്റ് വിജയകരമായി പരീക്ഷിച്ച രാജ്യം റഷ്യ. റഷ്യ വികസിപ്പിച്ചെടുത്ത ഒരു മീഡിയം ലിഫ്റ്റ് വിക്ഷേപണ വാഹനമാണ് സോയിസ് 5 എന്ന് പറയുന്നത് റഷ്യ വികസിപ്പിച്ചെടുത്ത ഒരു മീഡിയം ലിഫ്റ്റ് വിക്ഷേപണ വാഹനമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കടലാസ് രഹിത സംസ്ഥാന ജുഡീഷ്യറി. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കടലാസ് രഹിത ജുഡീഷ്യറിയായി മാറിയത് ഏതാണ്? സിക്കിം ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കടലാസ് രഹിത ജുഡീഷ്യറിയായി മാറിയത് സിക്കിം. 2026 ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 157. 2026 ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 157. ഒന്നാം സ്ഥാനം ആർക്കാണ്? നോർവേക്കാണ് ഒന്നാം സ്ഥാനം. നോർവേ. റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായ വ്യക്തി ആരാണ്? രോഹിത് ജെയിൻ. റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായ വ്യക്തിയാണ് രോഹിത് ജെയിൻ. റിസർവ് ബാങ്കിന്റെ നിലവിലെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. എന്നാൽ റിസർവ് ബാങ്കിന്റെ നിലവിലെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ പുറത്തിറക്കിയ ചലച്ചിത്ര താരം ഇന്ദ്രൻസിന്റെ ആത്മകഥ ഇന്ദ്രധനുസ്. NS മാധവനാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും പ്രാദേശിക സ്പോൺസർഷിപ്പും ഒഴിവാക്കിയ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും പ്രാദേശിക സ്പോൺസർഷിപ്പും ഒഴിവാക്കിയ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. 2026 വീറ്റ്ലി അവാർഡ് നേടിയ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകനാണ് പർവീൻ ഷേഖ് ബർഗാസുബ. 2026 വീറ്റ്ലി അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ പർവീൻ ഷേഖ് ബർഗാസുബ. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കയുടെ 250ാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക പാസ്പോർട്ടുകളിൽ ഏത് പ്രസിഡന്റിന്റെ ചിത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അമേരിക്കയുടെ 250ാം സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക പാസ്പോർട്ടുകളിൽ ഏത് പ്രസിഡന്റിന്റെ ചിത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആരുടേതാണ്? ഡൊണാൾഡ് ട്രംപിന്റേതാണ്. ഡൊണാൾഡ് ട്രംപ്. US കറൻസിയിൽ ഒപ്പുവെച്ച ആദ്യ പ്രസിഡന്റും ആരാണ്? ഡൊണാൾഡ് ട്രംപ് ആണ്. US കറൻസിയിൽ ഒപ്പുവെച്ച ആദ്യ പ്രസിഡന്റ് ആരാണ്? ഡൊണാൾഡ് ട്രംപ് ആണ്. 2026 MP വീരേന്ദ്രകുമാർ ദേശീയ പുരസ്കാരത്തിന് അർഹയായ സാമൂഹ്യ പ്രവർത്തക സുനിത കൃഷ്ണൻ. 2026 MP വീരേന്ദ്രകുമാർ ദേശീയ പുരസ്കാരത്തിന് അർഹയായ സാമൂഹ്യ പ്രവർത്തകയാണ് സുനിത കൃഷ്ണ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈതന്ന മെക്കോസം ഇനിഷ്യേറ്റീവ് എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. റൈതന്ന മെക്കോസം ഇനിഷ്യേറ്റീവ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. റൈതന്ന മെക്കോസം ഇനിഷ്യേറ്റീവ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ബാഡ്മിന്റണിലെ ലോക പുരുഷ ടീം ചാമ്പ്യൻഷിപ്പായ തോമസ് കപ്പിൽ വെങ്കലം നേടിയ രാജ്യമാണ് ഇന്ത്യ. ബാഡ്മിന്റണിലെ ലോക പുരുഷ ടീം ചാമ്പ്യൻഷിപ്പായ തോമസ് കപ്പിൽ വെങ്കലം നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യ. അടുത്തിടെ വെള്ളത്തിനിടയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ പതാക സ്ഥാപിച്ച ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യൻ പ്രദേശം ഏതാണ്? സ്വരാജ് ദ്വീപ്, ആൻഡമാൻ നിക്കോബാർ. അടുത്തിടെ വെള്ളത്തിനടിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ പതാക സ്ഥാപിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ പ്രദേശം സ്വരാജ് ദ്വീപ്, ആൻഡമാൻ നിക്കോബാർ. സ്വരാജ് ദ്വീപിന്റെ പഴയ പേരെന്തായിരുന്നു? ഹാവ്ലോക്ക് ഐലൻഡ് എന്നായിരുന്നു. സ്വരാജ് ദ്വീപിന്റെ പഴയ പേര് ഹാവ്ലോക്ക് ഐലൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാവികസേനയുടെ പ്രോജക്റ്റ് 17A പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 7ാമത്തെയും അവസാനത്തെയും യുദ്ധക്കപ്പലാണ് INS മഹേന്ദ്രഗിരി. ഇന്ത്യൻ നാവികസേനയുടെ പ്രോജക്റ്റ് 17A പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 7ാമത്തെയും അവസാനത്തെയും യുദ്ധക്കപ്പലിന്റെ പേരെന്താണ്? INS മഹേന്ദ്രഗിരി. കോടതി വിധികൾ പ്രാദേശിക ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നതിനായുള്ള മെഷീൻ ലേണിംഗ് അധിഷ്ഠിത ടൂളിന്റെ പേരാണ് സുവാസ്. കോടതി വിധികൾ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുന്നതിനുള്ള മെഷീൻ ലേണിംഗ് അധിഷ്ഠിത ടൂൾ ആണ് സുവാസ്. സുവാസിന്റെ ഫുൾ ഫോം എന്താണ്? സുപ്രീം കോർട്ട് പോർട്ടൽ ഫോർ അസിസ്റ്റൻസ് ഇൻ കോർട്ട് എഫിഷ്യൻസി. സുപ്രീം കോർട്ട് പോർട്ടൽ ഫോർ അസിസ്റ്റൻസ് ഇൻ കോർട്ട് എഫിഷ്യൻസി. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് അമ്പയർ ആരാണ്? R. ഋതികാശ്രീ.
ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് അമ്പയർ ആണ് ആർ ഋതികാശ്രീ. തമിഴ്നാട് സ്വദേശിയാണ് ഋതികാശ്രീ. ക്വസ്റ്റ്യൻ CMFRI പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ സമുദ്ര മത്സ്യ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം തമിഴ്നാട്. അപ്പോൾ ഇന്ത്യയുടെ സമുദ്ര മത്സ്യ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം തമിഴ്നാട്, രണ്ടാം സ്ഥാനം ഗുജറാത്ത്, മൂന്നാം സ്ഥാനം കേരളം. കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? മൂന്നാം സ്ഥാനമാണ്. അടുത്തിടെ ബീഹാർ സർക്കാർ സഞ്ജയ് ഗാന്ധി ബയോളജിക്കൽ പാർക്കിന് നൽകിയ പുതിയ പേരാണ് പാട്നാസു. അടുത്തിടെ ബീഹാർ സർക്കാർ സഞ്ജയ് ഗാന്ധി ബയോളജിക്കൽ പാർക്കിന് നൽകിയ പുതിയ പേര് പാട്നാസു. സഞ്ജയ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറി ടെക്നോളജിയുടെ പുതിയ പേര് ബീഹാർ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറി ടെക്നോളജി. സഞ്ജയ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറി ടെക്നോളജിയുടെ പുതിയ പേരെന്താണ്? ബീഹാർ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറി ടെക്നോളജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടിയന്തര ഘട്ടത്തിലെ ഏകോപനം മെച്ചപ്പെടുത്തുന്നതിനും ദുരന്തങ്ങൾ തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമായി മിസോറാം സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് കുവാരൽ. അടിയന്തര ഘട്ടങ്ങളിലെ ഏകോപനം മെച്ചപ്പെടുത്തുന്നതിനും ദുരന്തങ്ങൾ തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമായി ഏത് സർക്കാരാണ്? മിസോറാം സർക്കാർ. മിസോറാം സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് കുവാരൽ. ഗിഗ് തൊഴിലാളികൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ പരാതി പരിഹാര സംവിധാനം ആരംഭിച്ച സംസ്ഥാനം കർണാടക. ഗിഗ് തൊഴിലാളികൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ പരാതി പരിഹാര സംവിധാനം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കർണാടക. ക്വസ്റ്റ്യൻ, അടുത്തിടെ നീതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗങ്ങളായി നിയമിച്ച വ്യക്തികളാണ് ആർ ബാലസുബ്രഹ്മണ്യം, ജെറോം അനിയ. അടുത്തിടെ നീതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗങ്ങളായി നിയമിച്ച വ്യക്തികൾ ആർ ബാലസുബ്രഹ്മണ്യം, ജെറോം അനിയ. ഇതോടെ നീതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗങ്ങളുടെ എണ്ണം 7 ആയി. മുഴുവൻ സമയ അംഗമാകുന്ന വടക്കുകിഴക്കൻ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വ്യക്തിയാണ് ജൊറാം അനിയ എന്ന് പറയുന്നത്. മുഴുവൻ സമയ അംഗമാകുന്ന വടക്കുകിഴക്കൻ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വ്യക്തിയാണ് ജൊറാം അനിയ. ഓക്സ്ഫോർഡ് സർവകലാശാലയും സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ലൈസൻസ് ചെയ്ത നെക്സ്റ്റ് ജനറേഷൻ മലേറിയ വാക്സിന്റെ പേരാണ് R780. ഓക്സ്ഫോർഡ് സർവകലാശാലയും സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ലൈസൻസ് ചെയ്ത നെക്സ്റ്റ് ജനറേഷൻ മലേറിയ വാക്സിൻ ആണ് R780. ദേശീയ പോൾ വോൾട്ട് മത്സരത്തിൽ പുതിയ ദേശീയ റെക്കോർഡ് കുറിച്ച യുവതാരമാണ് കുൽദീപ് കുമാർ. ദേശീയ പോൾ വോൾട്ട് മത്സരത്തിൽ പുതിയ ദേശീയ റെക്കോർഡ് കുറിച്ച യുവതാരം കുൽദീപ് കുമാർ. 2026 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത ജീനോം ശാസ്ത്രജ്ഞൻ. 2026 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത ജീനോം ശാസ്ത്രജ്ഞനാണ് ക്രെയ്ഗ് ജെ വെഗ്നർ. മെയ്യിൽ അന്തരിച്ച പ്രശസ്ത ജീനോം ശാസ്ത്രജ്ഞനാണ് ക്രെയ്ഗ് ജെ വെഗ്നർ. ആധുനിക ജീനോമിക്സിനെ നിർവചിക്കുകയും സിന്തറ്റിക് ബയോളജി എന്ന മേഖലയ്ക്ക് തുടക്കം കുറിക്കുന്നതിന് കാരണമായത് ക്രെയ്ഗിന്റെ പഠനങ്ങളാണ്. 2026 വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ആണ്. 2026 T20 ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ആരാണ്? ഹർമൻപ്രീത് കൗർ ആണ്. കേന്ദ്ര MSME മന്ത്രാലയത്തിന് കീഴിലുള്ള കയർ ബോർഡ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ഡോക്ടർ MS ലക്ഷ്മിപ്രിയ. കേന്ദ്ര MSME മന്ത്രാലയത്തിന് കീഴിലുള്ള കയർ ബോർഡ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ഡോക്ടർ MS ലക്ഷ്മിപ്രിയ. IPL 200 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ വിദേശ താരമാണ് സുനിൽ നരൈൻ. IPL 200 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ വിദേശ താരം സുനിൽ നരൈൻ. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള 4ാമത് ഉഭയകക്ഷി ഡ്രൈവിംഗ് എക്സസൈസിന്റെ പേരാണ് INSLN ഡൈവെക്സ് 2026. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള 4ാമത് ഉഭയകക്ഷി ഡ്രൈവിംഗ് എക്സസൈസിന്റെ പേരാണ് INSLN ഡ്രിവെക്സ് 2026. അതിന്റെ വേദി കൊളംബോയിലാണ് വേദി. കൊളംബോ ആയിരുന്നു വേദി. 2026 മെയ്യിൽ ഹോർമുസ് കടലിടുക്കിലൂടെ വാണിജ്യ കപ്പൽ സുരക്ഷിതമായ യാത്ര ഒരുക്കുന്നതിനായി അമേരിക്ക ആരംഭിച്ച ദൗത്യമാണ് പ്രോജക്റ്റ് ഫ്രീഡം. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? 2026 മെയ്യിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലാണ് സുരക്ഷിതമായ യാത്ര ഒരുക്കുന്നതിനായി അമേരിക്ക ആരംഭിച്ച ദൗത്യത്തിന്റെ പേരാണ് പ്രോജക്റ്റ് ഫ്രീഡം. 2026 വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ ആദ്യത്തെ മാർബിൾ AI ഡേറ്റാ സെന്റർ ഉപഗ്രഹമാണ് പാത്ത് ഫൈൻഡർ. 2026 വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ ആദ്യത്തെ മാർബിൾ AI ഡേറ്റാ സെന്റർ ഉപഗ്രഹം പാത്ത് ഫൈൻഡർ. ബഹിരാകാശ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പായ പിക്സലും AI കമ്പനിയായ സർവം AIയും സംയുക്തമായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ ആരൊക്കെ ചേർന്നാണ്? സർവം AIയും
പിക്സൽ ബഹിരാകാശ സ്റ്റാർട്ടപ്പായ പിക്സൽ എഐയും കമ്പനിയും ബഹിരാകാശ സ്റ്റാർട്ടപ്പായ പിക്സലും AI കമ്പനിയായ സർവം എഐയും ചേർന്നിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 2026 ഇലസ്ട്രേറ്റഡ് റിപ്പോർട്ടിംഗ് ആൻഡ് കമ്മിറ്റി ആൻഡ് കമന്ററി വിഭാഗത്തിൽ പുലിസ്റ്റർ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൊക്കെയാണ് ആനന്ദ് ആർകെയും സുപർണ ശർമ്മയുമാണ്. 2026 ഇലസ്ട്രേറ്റഡ് റിപ്പോർട്ടിംഗ് ആൻഡ് കമന്ററി വിഭാഗത്തിൽ പുലിസ്റ്റർ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരാണ് ആനന്ദ് ആർകെ, സുപർണ ശർമ്മ. ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ഡിജിറ്റൽ അറസ്റ്റ് അടക്കമുള്ള ഓൺലൈൻ തട്ടിപ്പുകളെക്കുറിച്ച് ട്രാപ്പഡ് എന്ന റിപ്പോർട്ടിങ്ങിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. പുലിറ്റർ പുരസ്കാരം ലഭിച്ചത് എന്തിനാണ്? ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ഡിജിറ്റൽ അറസ്റ്റ് അടക്കമുള്ള ഓൺലൈൻ തട്ടിപ്പുകളായ ട്രാപ്പഡ് എന്ന റിപ്പോർട്ടിങ്ങിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയുടെ ആരോഗ്യ മൈത്രി പദ്ധതിയുടെ ഭാഗമായി അടിയന്തര വൈദ്യസഹായം നൽകുന്നതിനായി 10 ബിസ്മിം ക്യൂബ് മൊബൈൽ ആശുപത്രി യൂണിറ്റുകൾ ഇന്ത്യ ഏത് രാജ്യത്താണ് നൽകിയത്? ജമൈക്കയിലാണ് നൽകിയത്. അപ്പോൾ എന്താണ്? ഇന്ത്യയുടെ ആരോഗ്യ മൈത്രി പദ്ധതിയുടെ ഭാഗമായി അടിയന്തര വൈദ്യസഹായം നൽകുന്നതിനായി 10 ബിസ്മിം ക്യൂബ് മൊബൈൽ ആശുപത്രി യൂണിറ്റുകൾ ഇന്ത്യ ഏത് രാജ്യത്തിനാണ് നൽകിയത് എന്ന് ചോദിച്ചാൽ ജമൈക്കയ്ക്കാണ് നൽകിയത്. 2026 ജൂൺ 1 പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ 18ാമത്തെ റെയിൽവേ സോൺ ആണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ. 2026 ജൂൺ 1 പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ 18ാമത്തെ റെയിൽവേ സോൺ സൗത്ത് കോസ്റ്റ് റെയിൽവേ. ആസ്ഥാനം വിശാഖപട്ടണം. പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ഒരു പ്രത്യേക ഭൂപ്രദേശത്തെ എല്ലാ മൊബൈൽ ഫോണിലേക്കും നെറ്റ്വർക്ക് തടസ്സങ്ങളില്ലാതെ ഒരേ സമയം മുന്നറിയിപ്പ് സന്ദേശങ്ങൾ എത്തിക്കുന്നതിനായി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് സെൽ ബ്രോഡ്കാസ്റ്റ് അലേർട്ട് സിസ്റ്റം. പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ഒരു പ്രത്യേക ഭൂപ്രദേശത്തെ എല്ലാ മൊബൈൽ ഫോണിലേക്കും നെറ്റ്വർക്ക് തടസ്സങ്ങളില്ലാതെ ഒരേ സമയം മുന്നറിയിപ്പ് സന്ദേശങ്ങൾ എത്തിക്കുന്നതിനായി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ സെൽ ബ്രോഡ്കാസ്റ്റ് അലേർട്ട് സിസ്റ്റം. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കുട്ടികളിലെ പ്രമേഹം ടൈപ്പ് 1 നേരത്തെ കണ്ടെത്തുന്നതിനായി മാതാപിതാക്കൾക്കും അധ്യാപകർക്കുമിടയിൽ അവതരിപ്പിച്ച ബോധവൽക്കരണ ക്യാമ്പയിനാണ് 4Ts ഫ്രെയിംവർക്ക്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കുട്ടികളിലെ പ്രമേഹം ടൈപ്പ് 1 പ്രമേഹം നേരത്തെ കണ്ടെത്തുന്നതിനായി മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഇടയിൽ അവതരിപ്പിച്ച ബോധവൽക്കരണ ക്യാമ്പയിന്റെ പേരാണ് 4Ts ഫ്രെയിംവർക്ക്. 4Tsന്റെ ഫുൾ ഫോം എന്താണ്? ടോയ്ലറ്റ്, തേഴ്സ്റ്റി, ടയേർഡ്, തിന്നർ. ടോയ്ലറ്റ്, തേഴ്സ്റ്റി, ടയേർഡ്, തിന്നർ. വാഹനങ്ങൾ നിർത്താതെ തന്നെ ടോൾ ഈടാക്കുന്നതിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ബാരിയർലെസ് മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ ടോൾ പ്ലാസയാണ് ചൊരാസി ടോൾ പ്ലാസ, ഗുജറാത്ത്. വാഹനങ്ങൾ നിർത്താതെ തന്നെ ടോൾ ഈടാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബാരിയർലെസ് മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ ടോൾ പ്ലാസയാണ് ചൊരാസി ടോൾ പ്ലാസ, ഗുജറാത്ത്. തോമസ് കപ്പ് ബാഡ്മിന്റൺ കിരീടം നേടിയ രാജ്യം ഏതാണ്? ചൈന. തോമസ് കപ്പ് ബാഡ്മിന്റൺ കിരീടം നേടിയ രാജ്യം ചൈന. ഊബർ കപ്പ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ രാജ്യം ദക്ഷിണ കൊറിയ. ഊബർ കപ്പ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ രാജ്യമാണ് ദക്ഷിണ കൊറിയ. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെഥനോൾ പ്ലാന്റ് നിലവിൽ വരുന്ന തുറമുഖം ദീൻ ദയാൽ പോർട്ട്, ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെഥനോൾ പ്ലാന്റ് നിലവിൽ വരുന്ന തുറമുഖം ദീൻ ദയാൽ പോർട്ട്, ഗുജറാത്ത്. പ്രോസോപ്പിസ് ജൂലിഫ്ലോറ എന്ന അധിനിവേശ സസ്യമാണ് ഇതിലെ പ്രധാന അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്നത്. കേന്ദ്ര മന്ത്രിസഭയുടെ പുതിയ തീരുമാനപ്രകാരം സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം ചീഫ് ജസ്റ്റിസ് ഒഴികെ എത്രയായി ഉയർത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്? 37. കേന്ദ്ര മന്ത്രിസഭയുടെ പുതിയ തീരുമാനപ്രകാരം സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം എത്രയായി ഉയർത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്? 37. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 38 ആകും. അപ്പൊ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീം കോടതിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാവും? 38 എണ്ണമാകും. അവകാശികളില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ കണ്ടെത്താൻ RBI തയ്യാറാക്കിയ പോർട്ടലിന്റെ പേരാണ് ഉദ്ഗം പോർട്ടൽ. അവകാശികളില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ കണ്ടെത്താൻ RBI തയ്യാറാക്കിയ പോർട്ടൽ ഉദ്ഗം പോർട്ടൽ. ഉദ്ഗമത്തിന്റെ ഫുൾ ഫോം എന്താണ്? അൺലിമിറ്റഡ് ഡെപ്പോസിറ്റ് ഗേറ്റ്വേ ടു ആക്സസ് ഇൻഫോർമേഷൻ. അൺലിമിറ്റഡ് ഡെപ്പോസിറ്റ് ഗേറ്റ്വേ ടു ആക്സസ് ഇൻഫോർമേഷൻ.
ഇന്ത്യയിലെ സ്വർണ്ണ വ്യാപാരത്തിനായി ഇലക്ട്രോണിക് ഗോൾഡ് രസീതുകൾ അവതരിപ്പിച്ച പ്രധാന സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇന്ത്യയിലെ സ്വർണ്ണ വ്യാപാരത്തിനായി ഇലക്ട്രോണിക് ഗോൾഡ് രസീതുകൾ അവതരിപ്പിച്ച പ്രധാന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് (NSE). നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് (NSE). 1992 ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ എക്സ്ചേഞ്ച് ആണ് NSE എന്ന് പറയുന്നത്. 1992 സ്ഥാപിതമായ ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സ്ചേഞ്ച് ആണ് ഫിനാൻഷ്യൽ എക്സ്ചേഞ്ച് ആണ് NSE. ഭൂമിക്ക് ഭീഷണിയായേക്കാവുന്ന ഛിന്നഗ്രഹങ്ങളും ധൂമകേതുക്കളെയും കണ്ടെത്താൻ നാസ വികസിപ്പിക്കുന്ന ആദ്യത്തെ ഇൻഫ്രാറെഡ് ബഹിരാകാശ ടെലസ്കോപ്പ് ആണ് NEO സർവേയർ. ഭൂമിക്ക് ഭീഷണിയായേക്കാവുന്ന ഛിന്നഗ്രഹങ്ങളും ധൂമകേതുക്കളും കണ്ടെത്താൻ നാസ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ഇൻഫ്രാറെഡ് ബഹിരാകാശ ടെലസ്കോപ്പ് NEO സർവേയർ. ഭൂമിയിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ അകലെയാകും ഇത് നിലയുറപ്പിക്കുക. NCRBയുടെ 2024 റിപ്പോർട്ട് പ്രകാരം സ്ത്രീകൾക്ക് നേരെ കൂടുതൽ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഉത്തർപ്രദേശ്. NCRBയുടെ 2024 റിപ്പോർട്ട് പ്രകാരം സ്ത്രീകൾക്ക് നേരെ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ മിഷൻ ആദ്യത്തെ ഘട്ടത്തിന്റെ ഭാഗമായി കേന്ദ്ര ക്യാബിനറ്റ് ഇതുവരെ രാജ്യത്തെ എത്ര ചിപ്പ് നിർമ്മാണ പ്ലാന്റുകൾക്കാണ് അംഗീകാരം നൽകിയിട്ടുള്ളത്? 12. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ മിഷന്റെ ആദ്യഘട്ടത്തിന്റെ ഭാഗമായി കേന്ദ്ര ക്യാബിനറ്റ് ഇതുവരെ രാജ്യത്തെ എത്ര ചിപ്പ് നിർമ്മാണ പ്ലാന്റുകൾക്കാണ് അംഗീകാരം നൽകിയിട്ടുള്ളത്? 12. അടുത്തിടെ ഗുജറാത്തിൽ അംഗീകരിച്ച 2 പുതിയ പ്രോജക്റ്റുകളാണ് ക്രിസ്റ്റൽ മാട്രിക്സ്, സൂചി സെമിക്കോൺ പ്രൈവറ്റ് ലിമിറ്റഡ്. ക്രിസ്റ്റൽ മാട്രിക്സ്, സൂചി സെമിക്കോൺ പ്രൈവറ്റ് ലിമിറ്റഡ്. മൂഡീസ് റേറ്റിംഗ് ഏജൻസിയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം വളർന്നുവരുന്ന സാമ്പത്തിക ശക്തികളിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യ. മൂഡീസ് റേറ്റിംഗ് ഏജൻസിയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം വളർന്നുവരുന്ന സാമ്പത്തിക ശക്തികളിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യ, 2-ാം സ്ഥാനം തായ്ലൻഡ്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ സെൻസർ ബോർഡിന്റെ പുതിയ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് ശശി ശേഖർ വെമ്പതി. സെൻസർ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ സെൻസർ ബോർഡിന്റെ പുതിയ ചെയർമാനായി നിയമിതനായ വ്യക്തി ശശി ശേഖർ വെമ്പതി. 2026 കോമൺവെൽത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ആതിഥേയത്വം വഹിക്കുന്നത് ഡൽഹി. 2026 കോമൺവെൽത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഡൽഹി. 1926 ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ സ്ഥാപിച്ചത്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ഏത് രാജ്യത്തിന്മേലുള്ള വിലക്കാണ് അടുത്തിടെ നീക്കം ചെയ്തത്? ബെലൂറസ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ഏത് രാജ്യത്തിന്മേലുള്ള വിലക്കാണ് അടുത്തിടെ നീക്കം ചെയ്തത്? ബെലൂറസ്. 2022 റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ പിന്തുണച്ചതിനെ തുടർന്ന് ബെലൂറസിനും റഷ്യയ്ക്കും അന്താരാഷ്ട്ര കായിക സംഘടനകൾ വിലക്ക് ഏർപ്പെടുത്തിയത്. 2026 റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ പിന്തുണച്ചതിനെ തുടർന്നാണ് ബെലൂറസിനും റഷ്യയ്ക്കും അന്താരാഷ്ട്ര കായിക സംഘടനകൾ വിലക്ക് ഏർപ്പെടുത്തിയത്. നിലവിൽ ബെലൂറസിന്റെ വിലക്ക് നീക്കം ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് വനിതാ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം മാഞ്ചസ്റ്റർ സിറ്റി. ഇംഗ്ലീഷ് വനിതാ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീമാണ് മാഞ്ചസ്റ്റർ സിറ്റി. 2-ാം സ്ഥാനം ചെൽസി. 2026 നടക്കുന്ന 79ാമത് കാൻ ചലച്ചിത്രമേളയിൽ ലോക ക്ലാസിക് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുത്ത ഏക ഇന്ത്യൻ സിനിമയാണ് അമ്മയറിയാൻ. 2026 നടക്കുന്ന 79ാമത് കാൻ ചലച്ചിത്രമേളയിൽ ലോക ക്ലാസിക് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുത്ത ഏക ഇന്ത്യൻ സിനിമ അമ്മയറിയാൻ. 1986 പുറത്തിറക്കിയ ജോൺ എബ്രഹാം സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രമാണ് അമ്മയറിയാൻ. സ്കൂൾ കുട്ടികളിലെ വൈകല്യങ്ങൾ പ്രാരംഭത്തിൽ തന്നെ കണ്ടെത്തുന്നതിനായി NCERT പുറത്തിറക്കിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് പ്രശാസ്ത്. സ്കൂൾ കുട്ടികളിലെ വൈകല്യങ്ങൾ പ്രാരംഭത്തിൽ തന്നെ കണ്ടെത്തുന്നതിനായി NCERT പുറത്തിറക്കിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് പ്രശാസ്ത് 2.0. പ്രശാസ്തിന്റെ ഫുൾ ഫോം എന്താണ്? പ്രീ അസസ്മെന്റ് ഹോളിസ്റ്റിക് സ്ക്രീനിംഗ് ടൂൾ. പ്രീ അസസ്മെന്റ് ഹോളിസ്റ്റിക് സ്ക്രീനിംഗ് ടൂൾ. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ക്രൈം ഇൻ ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം 2022-24 കാലഘട്ടത്തിൽ സൈബർ കുറ്റകൃത്യങ്ങളുടെ നിരക്കിൽ 1-ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം തെലങ്കാന, 2-ാം സ്ഥാനം കർണാടക, 3-ാം സ്ഥാനം കേരളം. ഗർഭിണികളുടെയും അമ്മമാരുടെയും നവജാത ശിശുക്കളുടെയും ആരോഗ്യ വിവരങ്ങൾ ഒരു കുടക്കീഴിൽ ഡിജിറ്റലായി സൂക്ഷിക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ ഡിജിറ്റൽ ഹെൽത്ത് പ്ലാറ്റ്ഫോമാണ് ജനനി. ഗർഭിണികളുടെയും അമ്മമാരുടെയും നവജാത ശിശുക്കളുടെയും ആരോഗ്യ വിവരങ്ങൾ ഒരു കുടക്കീഴിൽ ഡിജിറ്റലായി സൂക്ഷിക്കുന്നതിന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ ഡിജിറ്റൽ ഹെൽത്ത് കെയർ പ്ലാറ്റ്ഫോമാണ് ജനനി.
ഇന്ത്യയിലെ ആദ്യത്തെ സ്പേസ് ടെക് യൂണിക്കോണായി മാറിയ സ്റ്റാർട്ടപ്പ് ആണ് സ്കൈറൂട്ട് എയ്റോസ്പേസ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്പേസ് ടെക് യൂണിക്കോണായി മാറിയ സ്റ്റാർട്ടപ്പ് സ്കൈറൂട്ട് എയ്റോസ്പേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ ആരോഗ്യ പദ്ധതികളെയും ഡിജിറ്റൽ ആപ്ലിക്കേഷനുകളെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ സംയോജിപ്പിച്ചുകൊണ്ട് പുറത്തിറക്കിയ പുതിയ പോർട്ടലാണ് സ്വസ്ഥ് ഭാരത് പോർട്ടൽ. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ ആരോഗ്യ പദ്ധതികളുടെയും ഡിജിറ്റൽ ആപ്ലിക്കേഷനുകളുടെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ സംയോജിപ്പിച്ചുകൊണ്ട് പുറത്തിറക്കിയ പുതിയ പോർട്ടലിന്റെ പേരെന്താണ്? സ്വസ്ഥ് ഭാരത് പോർട്ടൽ. ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഏറ്റവും പുതിയ 2020 റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയ രാജ്യമാണ് ഇന്ത്യ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിലെ പുതിയ 2020 റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയ രാജ്യം ഇന്ത്യ, രണ്ടാം സ്ഥാനം ഇംഗ്ലണ്ട്. അടുത്തിടെ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ദേശാടന ശലഭമാണ് മൊണാർക്ക് ശലഭം. അടുത്തിടെ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ദേശാടന ശലഭം മൊണാർക്ക് ശലഭം. IUCN എവിടെ ഉൾപ്പെടുത്തിയതാണ്? വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ് മൊണാർക്ക് ശലഭം. വടക്കൻ അമേരിക്കയിലെ ഭൂഖണ്ഡത്തിലാണ് ഇവ പ്രധാനമായും കാണപ്പെടുന്നത്. അടുത്തിടെ ദക്ഷിണ കൊറിയ പുറത്തിറക്കിയ ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പേര് ഗാബി. ദക്ഷിണ കൊറിയ പുറത്തിറക്കിയ ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പേരാണ് ഗാബി. ക്വസ്റ്റ്യൻ, ദേശീയ ഗീതമായ വന്ദേമാതരം ആലപിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നത് കുറ്റകരമാകാൻ കേന്ദ്ര ക്യാബിനറ്റ് ഭേദഗതി വരുത്താൻ ഒരുങ്ങിയ നിയമമാണ് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് 1971. ദേശീയ ഗീതമായ വന്ദേമാതരം ആലപിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നത് കുറ്റകരമാക്കാൻ കേന്ദ്ര ക്യാബിനറ്റ് ഭേദഗതി വരുത്താൻ ഒരുക്കുന്ന നിയമമാണ് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് 1971. നിലവിൽ ദേശീയ ഗാനം, ദേശീയ പതാക, ഭരണഘടന എന്നിവയെ അപമാനിച്ചാൽ ലഭിക്കുന്ന അതേ ശിക്ഷയായ 3 വർഷം വരെയുള്ള തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ പുതിയ ഭേദഗതിയോടെ വന്ദേമാതരത്തെ അപമാനിച്ചാലും ലഭിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ, തപാൽ ഉരുപ്പടികൾ അയക്കുന്നതിനായി പൂർണ്ണമായ മേൽവിലാസത്തിന് പകരം UPI ID-ക്ക് സമാനമായ ഡിജിറ്റൽ വിലാസം ഉപയോഗിക്കാൻ തപാൽ വകുപ്പ് ആവിഷ്കരിച്ച പുതിയ പദ്ധതിയാണ് ധ്രുവ. തപാൽ ഉരുപ്പടികൾ അയക്കുന്നതിനായി പൂർണ്ണമായ മേൽവിലാസത്തിന് പകരം UPI ID-ക്ക് സമാനമായ ഡിജിറ്റൽ വിലാസം ഉപയോഗിക്കാൻ തപാൽ വകുപ്പ് ആവിഷ്കരിച്ച പുതിയ പദ്ധതി ധ്രുവ. പശ്ചിമഘട്ടത്തിലെ കണ്ണൂർ, ആറളം, ബവേലി പുഴയോരത്ത് നിന്നും പുതുതായി കണ്ടെത്തിയ ഉഭയജീവി വർഗമാണ് ഗൈഗനിയോഫിസ് വവാലി. ഗൈഗനിയോഫിസ് വവാലി. പശ്ചിമഘട്ടത്തിലെ കണ്ണൂർ, ആറളം, ബവാലി പുഴ തീരത്തു നിന്നും കണ്ടെത്തിയതാണ് ഗഗനിയോഫിസ് വവാലി. ഗഗനിയോഫിസ് കുടുംബത്തിലെ 14ാമത്തെ വർഗമാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ നടൻ മോഹൻലാൽ ശബ്ദം നൽകുന്ന 2 നാടകങ്ങളാണ് കടകമയിലെ വിരുന്നുകാരൻ, ദൈവത്തിന്റെ മനം ആര് കണ്ടു. കടകമയിലെ വിരുന്നുകാരൻ, ദൈവത്തിന്റെ മനം ആര് കണ്ടു. ഇത് കടകമയിലെ വിരുന്നുകാരൻ ആകാശവാണി കൊച്ചി നിലയത്തിലും ദൈവത്തിന്റെ മനം ആര് കണ്ടു എന്നുള്ളത് തിരുവനന്തപുരം നിലയത്തിലുമാണ് ശബ്ദം നൽകുന്നത്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട നഗരമാണ് ബാംഗ്ലൂരു. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട നഗരം ഏതാണ്? ബാംഗ്ലൂരു. രണ്ടാം സ്ഥാനം മുംബൈ. ഇന്ത്യയുടെ പുതിയ സംയുക്ത സൈനിക മേധാവിയായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണ്യം. ഇന്ത്യയുടെ പുതിയ സംയുക്ത സൈനിക മേധാവിയായി ചുമതലയേറ്റ വ്യക്തി ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2026 ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനം ഡായി ഡായി. 2026 ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനമാണ് ഡായി ഡായി. അത് ആലപിച്ചത് ആരാണ്? ഷക്കീറയും ബർണ ബോയിയുമാണ്. ഷക്കീറയും ബർണ ബോയിയുമാണ് ഡായി ഡായി അവതരിപ്പിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ പുറത്തിറക്കിയ പുതിയ റിപ്പോർട്ട് പ്രകാരം 2024 ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസി പണം ലഭിച്ച രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം 2024 ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസി പണം ലഭിച്ച രാജ്യം ഇന്ത്യ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു ഗ്ലൈഡ് ബോംബ് കിറ്റ് ആണ് മോഡുലാർ റേഞ്ച് എക്സ്റ്റൻഷൻ കിറ്റ്. അതിന്റെ പേരാണ് താര. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു ഗ്ലൈഡ് ബോംബ് കിറ്റ് അല്ലെങ്കിൽ മോഡുലാർ റേഞ്ച് എക്സ്റ്റൻഷൻ കിറ്റ്, അതിന്റെ പേരെന്താണ്? താര. താരയുടെ ഫുൾ ഫോം എന്താണ്?
ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ആർഗ്യുമെന്റേഷൻ വികസിപ്പിച്ചത് DRDOയും എയർഫോഴ്സും ചേർന്നാണ് അത് വികസിപ്പിച്ചത്. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വസ്തുതകളും അനുബന്ധ കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക.